ഹേയ് സിനിമ ഫാൻസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ അങ്ങനെ കേരള സ്റ്റേറ്റ് ഫിലിംസ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ മികച്ച നടൻ മമ്മൂട്ടിയാണ്. ഭയങ്കര അർഹിച്ചൊരു അവാർഡ് തന്നെയാണ്, നമ്മുടെ ബ്രഹ്മയുഗത്തിനാണ്. അപ്പം മമ്മൂട്ടിക്ക് എൻ്റെ ആശംസകൾ. എന്തായാലും അർഹിച്ച കൈകളിൽ തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത്. പിന്നെ മമ്മൂട്ടി കൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് നമുക്ക് അത്ഭുതമൊന്നുമില്ല. പിന്നെ മികച്ച ചിത്രം നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ആണ്. പിന്നെ മികച്ച നടി ഷംല ഹംസയാണ്, നമ്മുടെ ഫെമിനിറ്റി ഫാത്തിമ എന്ന സിനിമ. പിന്നെ മികച്ച രണ്ടാമത്തെ ചിത്രവും നമ്മുടെ ഫെമിനിറ്റി ഫാത്തിമ തന്നെയാണ്. പിന്നെ മികച്ച സംവിധായകൻ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ചിദംബരമാണ്. പിന്നെ മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ്. അതൊക്കെയായിരുന്നു നമ്മുടെ മേജർ അവാർഡ്സ്. പിന്നെ ഉള്ളത് മികച്ച ജൂറി പരാമർശം നമ്മുടെ ആസിഫ് അലിക്കുണ്ട്, ടൊവിനോ തോമസിനുണ്ട്, ദർശന രാജേന്ദ്രനുണ്ട്, പിന്നെ ജ്യോതിർമയി, അങ്ങനെ കുറച്ച് പേരുണ്ട്. നമ്മുടെ സൗബിന് മികച്ച സ്വഭാവ നടനായിട്ടും, പിന്നെ സിദ്ധാർത്ഥ് ഭരതനുണ്ട് മികച്ച നടൻ, അത് മഞ്ഞുമൽ ബോയ്സിലും പിന്നെ നമ്മുടെ ബ്രഹ്മയുഗത്തിലൊക്കെയാണ്. ആസിഫ് അലിക്ക് നമ്മുടെ കിഷ്കിന്ധ കാണ്ഡത്തിലും. പിന്നെ മറ്റു അവാർഡുകളെന്ന് പറയുന്നത് നമ്മുടെ മികച്ച തിരക്കഥാകൃത്ത് നമ്മുടെ ചിദംബരമുണ്ട്, ലാൽ ജോസ് ഉണ്ട്, പിന്നെ അമൽ നീരദ് ഉണ്ട്. പിന്നെ മികച്ച ഛായാഗ്രഹകൻ നമ്മുടെ ഷൈജു ഖാലിദ് മഞ്ഞുമൽ ബോയ്സ്. പിന്നെ മികച്ച എഡിറ്റർ സൂരജാണ്. മികച്ച സംഗീത സംവിധായകൻ നമ്മുടെ ക്രിസ്റ്റോ സേവ്യറുണ്ട്, നമ്മുടെ സുഷിൻ ഷ്യാമുണ്ട്. പിന്നെ നമ്മുടെ മികച്ച ഗാന രചയിതാവ് നമ്മുടെ സ്വന്തം വേടനാണ്. പിന്നെ മികച്ച ഗായിക സെബോ ടോമി. പിന്നെ മികച്ച ഗായകൻ ഹരിശങ്കറാണ്. മികച്ച കലാസംവിധായകൻ നമ്മുടെ അജയൻ ചാലശ്ശേരി, മഞ്ഞുമൽ ബോയ്സാണ്. നല്ല കിടിലൻ ആർട്ട് വർക്കാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സിൽ. പിന്നെ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നമ്മുടെ ബാസി വൈക്കമാണ്. നമ്മുടെ ബറോസില ഒരു പാവയുടെ ഒരു ഡബ്ബിങ്ങാണ്. പിന്നെ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് തന്നെ നമ്മുടെ സയോനാര ഫിലിപ്പുണ്ട്. നമ്മുടെ ജനപ്രിയ ചിത്രം പ്രേമലു ആണ്. പിന്നെ മികച്ച വിഷ്വൽ എഫക്റ്റ് നമ്മുടെ ARM എന്ന സിനിമയ്ക്കാണ്. പിന്നെ പ്രത്യേക ജൂറി പരാമർശം പാരഡൈസ് എന്ന സിനിമയ്ക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവാർഡൊക്കെ അർഹിച്ച കൈകളിലാണോ കിട്ടിയിരിക്കണേന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും മമ്മൂക്കയുടെ പേര് ആരും പറയേണ്ട കാര്യമില്ല, കാരണം അത് അർഹിച്ച കൈകളിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള അഭിപ്രായങ്ങളും ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.